കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എലിപ്സിൻ്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിയെ നോക്കിയത്. ഈ വീഡിയോയിൽ ഹൈപ്പർബോളേൻ്റെയും പാരാബോളേൻ്റെയും റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി പറയാം. അതിൽ ഹൈപ്പർബോളേൻ്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ പ്രൂഫ് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം എലിപ്സിൻ്റെ അതേ പ്രൂഫാണ് വരുന്നത്. ഓക്കെ, എന്തായാലും ഹൈപ്പർബോളേൻ്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. ജസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എലിപ്സിൻ്റെ അതേ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി തന്നെയാണ് വരുന്നത്, ചെറിയൊരു മോഡിഫിക്കേഷനേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു ഹൈപ്പർബോളിക് മിററിലേക്ക് ലൈറ്റ് ചെന്ന് ഹൈപ്പർബോളിക് മിററിൽ നിന്ന് ലൈറ്റ് എങ്ങനെ റിഫ്ലക്റ്റ് ആവുന്നുള്ളതിൻ്റെ ആ പ്രോപ്പർട്ടി അത്രയേ ഉള്ളൂ. അതൊന്നും നോക്കേണ്ടത്, വെറും കഥ പറഞ്ഞിരിക്കാം. ഓക്കെ, ഇനി നോക്കി നോക്കാം. ഇത് രണ്ട് തരം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ഹൈപ്പർബോളേൻ്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കണം. ഫസ്റ്റ് ഇത് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കി നോക്കാം. ലൈറ്റ് കമ്മിങ് ഫ്രം വൺ ഫോക്കസ് ഓഫ് എ ഹൈപ്പർബോളിക് മിറർ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലൈറ്റ് അപ്പിയേഴ്സ് ടു ഹാവ് കം ഫ്രം ദ അതർ ഫോക്കസ്. ഓക്കെ, ഫിഗർ നോക്കാം, എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും, അല്ലാതെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് പെട്ടെന്ന് കത്തിക്കൊള്ളുന്നില്ല. ഒരു ഫോക്കസിൽ നിന്ന്, ഇതിപ്പോൾ ഹൈപ്പർബോളയാണ് ഈ വരച്ചിരിക്കുന്നത്, രണ്ട് കർവ് ഉണ്ടാവുമെന്ന് അറിയാലോ. ഹൈപ്പർബോളേൻ്റെ ഒരു ഫോക്കസിൽ നിന്ന് വരുന്ന ലൈറ്റ് ഹൈപ്പർബോളയിൽ തട്ടിയിട്ട് ദേ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലേ? ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഞാൻ കഴ്സറും അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കഴ്സർ ശ്രദ്ധിച്ചാൽ മതി. ഹൈപ്പർബോളേൻ്റെ ഫോക്കസിൽ നിന്ന് വരുന്ന ലൈറ്റ് ഹൈപ്പർബോളയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റിഫ്ലക്റ്റ് ചെയ്ത ലൈന് നോക്കി നോക്കൂ. റിഫ്ലക്റ്റ് ചെയ്ത ലൈന് ഞാൻ ബാക്കിലേക്ക് വരച്ച് കഴിഞ്ഞാൽ മറ്റേ ഫോക്കസിലായിരിക്കും. ശരിക്കും ഈ ഫോക്കസിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് റേ പോലെ ഫീൽ ചെയ്യും. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫോക്കസിൽ നിന്നും വരുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മറ്റേ ഫോക്കസിൽ നിന്നും വരുന്ന ലൈറ്റിനെ പോലെ ആയിരിക്കും. ഓക്കെ, കണ്ടാൽ നമുക്ക് ക്ലിയർ ആണ്. ഒരു ഫോക്കസിൽ നിന്ന് ലൈറ്റ് വരുന്നു, അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലേക്ക് നമ്മൾ ഡോട്ടർ ലൈൻ വെച്ച് വരച്ച് കഴിഞ്ഞാൽ മറ്റേ ഫോക്കസിൽ നിന്ന് വരുന്നൊരു ലൈറ്റ് റേനെ പോലെ ഫീൽ ചെയ്യും. അത്രയേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എക്സ്റ്റേണൽ റിഫ്ലക്ഷൻ ഉണ്ട്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടി സിമ്പിളാണ്. ലൈറ്റ് ഗോയിങ് ടുവാർഡ്സ് വൺ ഫോക്കസ് ഓഫ് ഹൈപ്പർബോളിക് മിറർ ഈസ് റിഫ്ലക്റ്റഡ് ടുവാർഡ്സ് ദ അതർ ഫോക്കസ്. ഇപ്പോൾ ഇനി ലൈറ്റ് നേരത്തെ ഫോക്കസ് എന്നായിരുന്നെന്ന് ഇതേ ഇവിടുന്ന് ഒരു ലൈറ്റ് റേ വരികയാണെന്ന് കരുതുക. ഈ ഫോക്കസിനെ ലക്ഷ്യമാക്കിയിട്ടാണ് വരുന്നത്. ഈ ഫോക്കസിനെ എയിം ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റ് റേ വരുന്നുണ്ട്. എന്തായാലും ഇതൊരു മിററല്ലേ, അപ്പോൾ നേരെ ഇത് തുളച്ചിട്ട് ഇപ്പുറത്തേക്ക് വരുമൊന്നുമില്ല. അപ്പോൾ ഇവിടെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, ഈ ഫോക്കസ് ലക്ഷ്യമാക്കി വന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് പോകുന്നത് മറ്റേ ഫോക്കസിലേക്കാണ്. ഇതാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ഒരു ഫോക്കസിലേക്ക് വരുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം പോകുന്നത് അടുത്ത ഫോക്കസിലൂടെ ആയിരിക്കും. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇതാണ് എക്സ്റ്റേണൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി. സിമ്പിളാണ്. ഒന്ന് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അത് അകത്തുനിന്നാണ് റിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്, അകത്താണ് റിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്, മറ്റേത് പുറത്താണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ഹൈപ്പർബോള ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കണം. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, അതാണ് ഇതാണ് ടെക്സ്റ്റിലുള്ളത് കേട്ടോ. ജസ്റ്റ് ഞാനത് രണ്ട് സ്ലൈഡ് ആക്കിയെന്നേ ഉള്ളൂ. റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ഹൈപ്പർബോള സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, അതാണ് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി എന്ന് പറയുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടി ചെറുതാണ്, അത് എക്സ്റ്റേണൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിയാണ്, എഴുതി കൊടുക്കുക. ഇത്രയും മതി. നമ്മൾ പ്രൂഫ് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ഹൈപ്പർബോള എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വൃത്തിയായി പഠിക്കുക. ഈ ഫിഗറും കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫിഗറും കൂടെ വരച്ചു കൊടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണെങ്കിൽ അത്രയും പക്കയായിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് പാരാബോള നോക്കി വെക്കാം. ഓക്കെ, ഇതിലും അതെ എലിപ്സിൻ്റെ അതേപോലെ തന്നെയാണ് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി വരുന്നത്. പക്ഷേ എലിപ്സിൻ്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിരുന്നത് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോക്കസിൽ നിന്ന് വരുന്ന ലൈറ്റ് റിഫ്ലക്ഷന് ശേഷം മറ്റേ ഫോക്കസിലൂടെ പോകുന്നായിരുന്നു. മെയിൻ കൺഫ്യൂഷൻ വരുന്ന എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ടായിരുന്നു, ഇവിടെ ഒറ്റ ഫോക്കസ് അല്ലേ ഉള്ളൂ. ഓക്കെ, എന്തായാലും അതിലുണ്ടാവുന്ന ചെറിയ മോഡിഫിക്കേഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ, നോക്കി നോക്കാം. ഒരു പാരാബോളിക് സർഫസിൽ ലൈറ്റ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ലൈറ്റ് റേസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് അതൊന്നും വേണ്ട നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാമല്ല. റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് പറയാം. റീഡ് ചെയ്തത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും. റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ഹൈപ്പർബോളേൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. പരാബോളേൻ്റെ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈറ്റ് റേ വരികയാണെങ്കിൽ ഇൻകമിങ് ലൈറ്റ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് എ പാരാബോളിക് മിറർ ഈസ് റിഫ്ലക്റ്റഡ് ത്രൂ ദ ഫോക്കസ്. ഇത് നിങ്ങൾ ഫിസിക്സിൽ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയൊക്കെ ഫോക്കൽ ലെങ്ത് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫിസിക്സിൽ ഹൈസ്കൂൾ ലെവലിൽ തന്നെ വരച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം കൺസെപ്റ്റ് ഇതാണ്. ആക്സിസ് ഇല്ലേ, നമ്മൾ 4 ടൈപ്പ് പാരാബോള കണ്ടിട്ടുണ്ട്, അതിൻ്റെ ആക്സിസും കണ്ടിട്ടുണ്ട്. ആക്സിസിന് പാരലായിട്ടാണ് നമ്മുടെ ലൈറ്റ് വരുന്നതെങ്കിൽ, ഓക്കെ, ആക്സിസിന് പാരലായിട്ടാണ് നമ്മുടെ ലൈറ്റ് വരുന്നതെങ്കിൽ റിഫ്ലക്ഷന് ശേഷം അത് പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും.
ഓക്കെ, തിരിച്ച് ഫോക്കസിൽ നിന്ന് ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് പോകുന്നത് ആക്സിസിന് പാരലായിട്ടായിരിക്കും. തിരിച്ചും പറയാം. ഓക്കെ, ഫിഗർ കാണിച്ചു തന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇതാണെന്ന് നോക്കുക. ഓക്കെ, ആക്സിസ് താഴെ എക്സ് ആക്സിസ് നമ്മുടെ ഫസ്റ്റ് പരാബോള ഈ ഫോമാറ്റിലായിരുന്നു. ഓക്കെ, ഫസ്റ്റ് y² = 4x എന്നുള്ള ഫോമാറ്റിലുള്ള. അപ്പോൾ ഇതാണ് ആക്സിസ്, എക്സ് ആക്സിന് പാരലായിട്ടാണ് നമ്മുടെ ലൈറ്റ് റേ വരുന്നതെന്ന് കരുതുക. അത് ഇത് പരാബോളൊക്കെ ഉണ്ടോ ഈ കർവ്, റിഫ്ലക്ഷന് ശേഷം പാസ് ചെയ്യുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇനി തിരിച്ച് ആരോ മാർക്ക് തിരിച്ചും ഇടാം. ഫോക്കസിൽ നിന്ന് വരുന്ന ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷന് ശേഷം പോകുന്നത് തോന്നിയ പോലെ ഒന്നും പോകില്ല, ആക്സിസിന് പാരലായിട്ടായിരിക്കും. ഇത്രയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ആക്സിസിന് പാരലായിട്ടാണ് ലൈറ്റ് വരുന്നതെങ്കിൽ അത് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ പോകും. ഇനി ഫോക്കസിൽ നിന്നാണ് ലൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്ഷന് ശേഷം ആക്സിസിന് പാരലായിട്ടായിരിക്കും പാസ് ചെയ്യുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക. ഇത്രയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കണേ. കോൺവേഴ്സ് പാർട്ടും എഴുതണം. അപ്പോൾ ശ്രദ്ധിക്കാം. ഇനി അതിൻ്റെ പ്രൂഫിന് വേണ്ട ഫിഗർ ഇതാണ്. പ്രൂഫ് ഞാൻ നോട്ടിലാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫിഗർ വൃത്തിയായി മനസ്സിലാക്കി വെച്ചോ. ഞാൻ നോട്ടിൽ വരയ്ക്കുമ്പോൾ ചെറിയ 1-2 ലെറ്റേഴ്സൊക്കെ ആഡ് ചെയ്യും നമ്മുടെ പ്രൂഫിന് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒപ്പം ഈ ഫിഗറിലൊരു പരാബോളിൻ്റെ കുറവുണ്ട്. അപ്പോൾ പരാബോളയും കൂടെ ചേർത്ത് വരച്ചിട്ട് പ്രൂഫ് ഞാൻ നോട്ടിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫിഗർ വൃത്തിയായിട്ട് വരയ്ക്കാൻ പഠിക്കുക. കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ഫിഗറാണ്. ഞാൻ പറഞ്ഞല്ലോ, എലിപ്സിനേക്കാൾ കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ളൊരു ഫിഗറാണ് പരാബോളിൻ്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു പരാബോള, ഈ കർവാണ് കേട്ടോ, പരാബോള വരച്ചിട്ടുണ്ട്. ഏത് പരാബോള എടുക്കാം, നമ്മൾ കുറച്ച് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ പരാബോള y² = 4x ആണ് എടുത്തിട്ടുള്ളത്. ഈ ബി ദ പരാബോള y² = 4x ഈ കർവ്. ഇനി അതിൻ്റെ ഫോക്കസ് ഫോക്കസിൻ്റെ ഫോമാറ്റ് എന്താ വരിക? y² = 4x ഫോക്കസിൻ്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് A0 ആയിരിക്കും. ഞാൻ വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം, ഫോക്കസ് A0. ഓക്കെ, ഇനി നമ്മൾ ഈ P എന്ന പോയിൻ്റ് ആർബിട്രറി പോയിൻ്റ് ഓൺ ഇ എന്ന പരാബോളയിൽ ഒരു ആർബിട്രറി പോയിൻ്റ് ആയിട്ടാണ് P എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ Pൻ്റെ ഫോമാറ്റ് അത് നമ്മൾ പാരാമെട്രിക് ഫോമാണ് യൂസ് ചെയ്യുന്നത്. പാരാമെട്രിക് ഫോം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ഓർത്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ളത്. y² = 4x പാരാമെട്രിക് ഫോം എക്സ് എന്താണ് y എന്താണെന്നുള്ളത് ഒരു തേർഡ് വേരിയബിളിൻ്റെ ടേംസിൽ. ഓക്കെ, x = at², y = 2at. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എപ്പോഴും at², y കോർഡിനേറ്റ് എപ്പോഴും 2at വരും എന്നുള്ളതാണ് പാരാമെട്രിക് ഫോം. അപ്പോൾ നമുക്ക് P എന്ന ആർബിട്രറി പോയിൻ്റ് കോർഡിനേറ്റ്സ് എങ്ങനെ കൊടുക്കാം? x at², y 2at. അപ്പോൾ Pൻ്റെ കോർഡിനേറ്റ്സ് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം, at², 2at. ഓക്കെ, ഞാൻ ആ കമ്പ്യൂട്ടറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ ഫിഗർ തന്നെ, അതൊന്നും കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി T എന്നൊരു പുതിയ പോയിൻറ്റും കൂടെ ഉണ്ട്. T എന്ന് പറഞ്ഞാൽ പോയിൻ്റ് അറ്റ് വിച്ച് ടാൻജൻറ്റ് അറ്റ് P മീറ്റ്സ് x ആക്സിസ്. നമുക്ക് എപ്പോഴും റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി, മെയിൻ റിഫ്ലക്ഷൻ ലോ എന്താ പറയുന്നത്? ആദ്യം എലിപ്സിൻ്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടീൻ്റെ ടൈമിൽ റിഫ്ലക്ഷൻ ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻകമ്മിങ് ലൈറ്റ് ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും ഔട്ട് ഗോയിങ് ലൈറ്റ് ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതാണ് റിഫ്ലക്ഷൻ ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ടാൻജൻറ്റ് വേണമല്ലോ എന്തായാലും. ടാൻജൻ്റ് ആണ് P എന്ന ആർബിട്രറി പോയിന്റിൽ ഞാൻ വരച്ച ടാൻജൻ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ആ ടാൻജൻറ്റ് എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് T എന്നെടുത്തിട്ടുള്ളത്. ഓക്കെ, എക്സ് ആക്സിനെ മീറ്റ് T പോയിൻ്റ് അറ്റ് വിച്ച് ടാൻജൻറ്റ് ഇതുപോലെ തന്നെ നമ്മൾ എലിപ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത നമ്മുടെ ടാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ Tൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എലിപ്സിൽ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് Tൻ്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒരു കാര്യം ക്ലിയറാണ്, എക്സ് ആക്സിലെ പോയിൻ്റ് അല്ലേ, y 0 ആയിരിക്കും. എക്സ് ആക്സിൽ പോയിൻ്റ് ആയതുകൊണ്ട് y = 0. ഇനി എക്സ് കോർഡിനേറ്റും കൂടെ കിട്ടണ്ടേ, അതിന് ടാൻജൻറ്റ് ഇക്വേഷൻ, പരാബോളേൻ്റെ ടാൻജൻറ്റ് ഇക്വേഷൻ വൃത്തിയായി ബൈഹേർട്ടായിട്ട് പഠിക്കുക. പരാബോളേൻ്റെ ടാൻജൻറ്റ് ഇക്വേഷൻ എന്തായിരുന്നു എന്നുള്ളത് ഓർമ്മയില്ലാത്തവർ മറിച്ച് നോക്കിയിട്ട് ഓർത്ത് പിടിക്കുക. ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ഇൻ പാരാമെട്രിക് ഫോം, ടാൻജൻറ്റ് പരാബോളേൻ്റെ ടാൻജൻറ്റ് കേട്ടോ, ഇതായിരുന്നു yt = x + at². എല്ലാം നമ്മൾ പാരാമെട്രിക് ഫോമിലാണ് പറയുന്നത്. പാരാബോളേൻ്റെ ടാൻജൻറ്റിൻ്റെ പാരാമെട്രിക് ഫോം ഇതായിരുന്നു, yt = x + at². y വാല്യൂ 0 ആണല്ലോ അല്ലേ, ടാൻജൻറ്റ് ഇക്വേഷനാണ് ഈ പറഞ്ഞത്. അപ്പോൾ ടാൻജൻറ്റിൽ ഏതൊരു പോയിൻറ്റും, ഈ പോയിൻ്റ് ഉൾപ്പെടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അപ്പോൾ Tൻ്റെ y വാല്യൂ 0 ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോയിൻ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ y വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 × T = x + at² എന്ന് വരും. ഇത് നമുക്ക് x ഉണ്ടാക്കി എടുക്കാമല്ലോ. 0 × T = x + at². അപ്പോൾ 0 = x + at², x = -at². അപ്പോൾ x വാല്യൂം കിട്ടി, y നമ്മൾ ഓൾറെഡി
കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വൈ എന്തായിരുന്നു? 0 എക്സ് മൈനസ് AT². അപ്പോൾ ടി കിട്ടി. ഫസ്റ്റത്തെ ടാസ്ക് ഇതാണ്, ടിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. അടുത്ത ടാസ്ക് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ട്രയാങ്കിൾ PTF ഈസ് ഐസോസിലസ്. അതിനിപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ വന്നോ നോക്കി നോക്കാം. ട്രയാങ്കിൾ PTF, ട്രയാങ്കിൾ PTF ഐസോസിലസ് ആണ്. ഐസോസിലസ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ രണ്ട് സൈഡ്സ്, ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് ക്ലെയിം ചെയ്തിട്ട് ട്രയാങ്കിൾ PTF ഐസോസിലസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡ്സ് ഞാൻ TF എന്ന സൈഡ് ആദ്യം നോക്കുന്നു. TF എന്ന സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദേ T ഇവിടെ, F ഇവിടെ. TF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TO പ്ലസ് OF അല്ലേ. ഞാൻ ടീൻ്റെ കോർഡിനേറ്റ്സ് കിട്ടിയല്ലേ എനിക്ക്. അപ്പോൾ ഞാൻ -AT², 0 എക്സ് ആക്സിൻ്റെ അല്ല വൈ ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലല്ലേ. അപ്പോൾ എന്തായാലും എക്സ് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. -AT² 0 ആണ്. അപ്പം TF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നീളമാണ്. TO പ്ലസ് OF എന്ന് എഴുതാലോ. അതിൽ TO എന്നുള്ള നീളം എന്തായിരിക്കും? ഇവിടെ -AT² അല്ലേ. അപ്പോൾ 0 0ൽ നിന്ന് -AT² ലെങ്ത്ത് അല്ലേ ഇങ്ങോട്ട് വരേണ്ടി വരിക. -AT² ലെങ്ത്ത് പറയില്ല അല്ലേ, AT² ആയിരിക്കും ഈ നീളം. എന്നാലല്ലേ -AT² 0 വരിക. അതേപോലെ ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് A0 അല്ലേ. അപ്പോൾ ഈ ലെങ്ത്ത് എന്തായിരിക്കും? A ആയിരിക്കില്ലേ. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എന്തായിരിക്കും ഇവിടെ മുതൽ ഇതുവരെ ഉള്ളത്? AT² പ്ലസ് A എന്ന് പറഞ്ഞൂടെ. അതുതന്നെയാണ് ഇനി എഴുതുന്നതും. TF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TO പ്ലസ് OF ആണ്. അതിൽ TO എന്ന് പറഞ്ഞാൽ നമ്മൾ AT² കിട്ടി, OF എന്ന് പറഞ്ഞിട്ട് A എന്നും കിട്ടി. ഇതിവിടെ ഇരിക്കട്ടെ. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. TFൻ്റെ ലെങ്ത്ത് ഓക്കെ, കുഴപ്പമില്ലാന്ന് കരുതുന്നു. TFൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടി. ഇതേപോലെ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് PFൻ്റെ ലെങ്ത്താണ്. എങ്ങനെ PFൻ്റെ ലെങ്ത്ത് കിട്ടുക? Pൻ്റെ കോർഡിനേറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്, Fൻ്റെ കോർഡിനേറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ ലെങ്ത്ത് ആണ് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. AT² 2AT. അപ്പോൾ Pൻ്റെ കോർഡിനേറ്റ്സ് A0, Fൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ PF അഥവാ FP അതിൻ്റെ ലെങ്ത്ത് ആണ് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. Fൻ്റെ കോർഡിനേറ്റും ഉണ്ട്, Pൻ്റെ കോർഡിനേറ്റ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സബ്ട്രാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ FP ആണ് എഴുതിയതുകൊണ്ട് തിരിച്ച് PF ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആൻസറിനെ കിട്ടും. ഞാൻ അത് അന്തം വിട്ടണ്ട, ഡിസ്റ്റൻസ് ഫോർമുലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ y2 x2 - x1 ഹോൾ സ്ക്വയർ A - AT² ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ y1 - y2 ഹോൾ സ്ക്വയർ, എങ്ങനെ വേണമെങ്കിലും പറയാം. 0 - 2AT ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ് ഫോർമുല ഞാൻ അപ്ലൈ ചെയ്തു. ഇത് ജസ്റ്റ് എക്സ്പാൻഷൻ ആണ് കേട്ടോ. A - AT² ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A - B ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. A² - 2AB പ്ലസ് B². ബ്രാക്കറ്റ് ഒന്ന് മറക്കണ്ട. സ്ക്വയർ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാലോ ബ്രാക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ ഉത്തരം മാറും. പ്ലസ് -2ATൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ATൻ്റെ സ്ക്വയർ തന്നെ. ഓക്കെ, ഇനി ഒന്നും കൂടെ നന്നാക്കി എഴുതാം. A² - 2 × A × A², 2A² T² പിന്നെ AT² ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? A² T⁴ വരും. പ്ലസ് 2AT ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4A² T². ഓക്കെ, അപ്പോൾ ഇനി കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഫില്ലല്ല, ഞാനിത് നിങ്ങളോട് ചോദിച്ചിട്ട് അങ്ങനെ എഴുതാൻ നിർത്തിയതാണ്. അപ്പോൾ ഇത് A² അവിടെ നിൽക്കട്ടെ. ഇനി നോക്കി നോക്കൂ, ഇവിടെ ഒരു -2A² T² ഉണ്ട്, 4A² T² ഉണ്ട്. ആഡ് ചെയ്താൽ എന്താ വരിക? -2ഉം 4ഉം +2 ആവും. അപ്പോൾ +2A² T². -2A² T² ഉണ്ട്, 4A² T² ഉണ്ട്. അപ്പോൾ +2A² T² ആവും. പ്ലസ് A² T⁴. അങ്ങനെ മാറ്റി എഴുതാമല്ലോ. ഓക്കെ, അടുത്തത് FP നമുക്കിപ്പോൾ അങ്ങനെ കിട്ടിയത് A² + 2A² T² പ്ലസ് A² T⁴. ഇത് ചിലർക്കൊക്കെ ഇപ്പോൾ തന്നെ കത്തിയിട്ടുണ്ടാവും. ഒരു പെർഫെക്റ്റ് സ്ക്വയർക്ക് കൊണ്ടുപോകും നമ്മൾ. A² അവിടെ നിൽക്കട്ടെ, 2 × A × AT² അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നോക്കി നോക്ക്. ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയത്. A - AT² ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ വന്നത്? A² - 2A² T² പ്ലസ് A² T⁴. ഇവിടെ മൈനസാണ് വന്നിരുന്നത്. അതിൽ എന്താ വ്യത്യാസം? ഒരു പ്ലസ് അല്ലേ. അപ്പോൾ ഇത് A + AT² ഹോൾ സ്ക്വയർ ആണ്. നേരത്തെ ഇവിടെ A - AT² ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് A + AT² ഹോൾ സ്ക്വയർ ആണ്. റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കളയാലോ. ബാക്കി എന്താ ഉണ്ടാവുക? FP ഓൾസോ ഈക്വൽ ടു A + AT². ഇനി നോക്കി നോക്കൂ, FPൻ്റെ ലെങ്ത്ത് എന്താ കിട്ടിയത്? ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. FPൻ്റെ ലെങ്ത്ത് A + AT² ആണ്. TFൻ്റെ ലെങ്ത്തും AT² + A രണ്ട് സെയിം ആണ്, തലതിരിച്ചിട്ടേ ഉള്ളൂ. ഫ്രം 1 and 2 നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? TF = FP എന്ന് കൺക്ലൂഡ് ചെയ്യാം. ദെർഫോർ ട്രയാങ്കിൾ PTF ഈസ് ഐസോസിലസ്. നമ്മുടെ രണ്ടാമത്തെ ക്ലെയിമും കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. ഓക്കെ, രണ്ട് ലെങ്ത്തും, അതായത് ഇതേ
ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴത്തെ ഈ ലെങ്ത്ത്, പി എഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത്ത് രണ്ടും സെയിം ആണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ ട്രയാങ്കിൾ പി ടി എഫ് ഈസ് ഐസോസ്ലെസ് എന്ന് കൺക്ലൂഡ് ചെയ്തു. ഇതാണ് കേട്ടോ പി ടി എഫും, അതിൽ ഈക്വൽ സൈഡ്സ് ഇതാണ് ടി എഫ്, ഇത് എഫ് പി. അപ്പോൾ ഐസോസ്ലെസ് ആണെന്ന് കിട്ടി. നമുക്ക് വേണ്ടത് ആംഗിളുമായിട്ടുള്ള കണക്ഷനാണ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ആംഗിൾസും ഈക്വൽ ആവുമല്ലോ. ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ ആവുക. അപ്പോൾ ടി എഫിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താ? ടി എഫിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതേ ടി പി എഫ്. ആംഗിൾ ടി പി എഫ് ഈസ് ഈക്വൽ ടു, പിന്നെ അടുത്തത് എഫ് പി. എഫ് പിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താ? എഫ് പി ഇതല്ലേ, ആംഗിൾ എഫ് ടി പി അല്ലേ, എഫ് ടി പി ഇതിൻ്റെ എഫ് പിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാണെന്ന് എഴുതി കൊടുത്തു. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, ഇനി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മൾ ഈ ലൈൻ പാരലാണെന്ന് കരുതാം. അതായത് ഒരു ലൈൻ പാരലായിട്ടാണ് വരുന്നത് കരുതാം. ഓക്കെ, ഈ ലൈൻ പാരലായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ആംഗിള് അതേപോലെ അതിന് പാരലായിട്ടുള്ള മറ്റൊരു ലൈനാണല്ലോ ഇത്. ഈ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കില്ലേ? ഓക്കെ, പാരലൈൻസ് ഇത് ഇങ്ങനെ രണ്ട് പാരലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആവില്ലേ, ഒരേ പൊസിഷനിലുള്ളത്. അപ്പോൾ യു പി ക്ലാസ്സിലാണ്, ഓർമ്മയില്ലാത്തവർ അത് അങ്ങനെ പഠിച്ചു വയ്ക്കെങ്കിലും ചെയ്യും. ഏതായാലും ഈ രണ്ട് ആംഗിൾ സെയിം ആയിരിക്കും. അപ്പോൾ ആംഗിൾ പറയാൻ എളുപ്പത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ വേർഡ്സിലൊക്കെ എഴുതണം. അപ്പോൾ ഞാൻ ഇത് ടി എന്ന പോയിൻ്റ് ആയതുകൊണ്ട് ഞാൻ ടി ഡാഷ് എന്ന് എടുത്തിട്ടുണ്ട്, അതുപോലെ ഇത് ക്യൂ എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആംഗിൾ പെട്ടെന്ന് പറയാമല്ലോ. കാര്യം എത്രയേ ഉള്ളൂ, ആംഗിൾ ക്യൂ പി ടി ഡാഷും എഫ് ടി പിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലൈൻ എഴുതി കൊടുക്കുക. ഹൊറിസോണ്ടൽ ലൈൻ ത്രൂ പി ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലായിട്ട് നമ്മൾ എടുക്കുന്നതുകൊണ്ട് ആംഗിൾ ക്യൂ പി ടി ഡാഷും ആംഗിൾ എഫ് ടി പിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, പാരലൈൻസ് ആയതുകൊണ്ട്, പാരലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആയതുകൊണ്ട് അത് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3ഉം 4ഉം നോക്കി നോക്കൂ. ആംഗിൾ എഫ് ടി പി ആണ് രണ്ട് സൈഡിൻ്റെയും റൈറ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയിക്കോട്ടെ. ഫ്രം 3 and 4 നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ആംഗിൾ എഫ് പി ടി ഞാൻ തിരിച്ച് എഴുതിയിട്ടുണ്ട് അല്ലേ, കുഴപ്പമില്ല. ടി പി എഫ് എന്നാണ് മുകളിൽ എഴുതിയത്, അത് എഫ് പി ടി എന്ന് എഴുതി, തല തിരിച്ച് എഴുതി. പോട്ടെ, ഇനി അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആംഗിൾ ടി പി എഫ് ഇസ് ഈക്വൽ ടു ലെഫ്റ്റിലുള്ളത് ആംഗിൾ ക്യൂ പി ടി ഡാഷ് എന്ന് പറയാം. ഓക്കെ, ഇനി കൺക്ലൂഷൻ പറയാൻ പോവാണ്. അതായത് നമുക്കിപ്പോൾ കിട്ടിയത് ടി പി എഫ് എന്നുള്ള ആംഗിൾ ഏതായിരുന്നു? ടി പി എഫ്. ഇത് ക്യൂ പി ടി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തു. ഇനി നോക്കി നോക്കടാ, ഈ രണ്ട് ആംഗിളും ഈക്വലാന്ന് കിട്ടിയില്ലേ? ഓക്കെ, ഇപ്പോൾ കൺക്ലൂഷൻ ഇതാണ്. റിഫ്ലക്ഷൻ ലോ പ്രകാരം എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ജനറൽ റിഫ്ലക്ഷൻ ലോ ആട്ടോ, എല്ലാ മിറേഴ്സിനും ഇപ്പോൾ ബാധകമായിട്ടുള്ള റിഫ്ലക്ഷൻ ലോ പ്രകാരം എന്താ പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻകമിങ് ലൈറ്റ് വിത്ത് ടാൻജൻറ്റ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ് വിത്ത് ടാൻജൻറ്റ്. ഇൻകമിങ് ലൈറ്റ് ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും റിഫ്ലക്റ്റഡ് ലൈറ്റ് ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും ഈക്വൽ ആവണമെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻകമിങ് ലൈറ്റ് എന്ന് കരുതുക. പാരലായിട്ടുള്ള ഇൻകമിങ് ലൈറ്റ് ആണെന്ന് കരുതുക. അപ്പോൾ ആംഗിൾ ഇതാണല്ലോ. ഓക്കെ, അതേ ആംഗിൾ വരണമെന്നുണ്ടെങ്കിൽ, അതേ ആംഗിൾ ഇങ്ങനെ വരുമ്പോഴാണ് വരിക അല്ലേ? ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഏത് കൂടെ പാസ് ചെയ്യണം? ഫോക്കസിലൂടെ പാസ് ചെയ്യണം. പ്രൂഫായില്ലേ? പാരലാണെങ്കിലല്ലേ ഇത് ശരിയാവുള്ളൂ. അപ്പോൾ ഇൻകമിങ് ലൈറ്റ് പാരലാണെന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഫോക്കസിലൂടെ പാസ് ചെയ്തേ പറ്റുള്ളൂ. പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇനി തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇതിലൂടെയാണ് നമ്മുടെ ലൈൻ വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോക്കസിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ പാരലായിട്ട് തിരിച്ചു പോവുക. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷൻ ലോ ഒന്ന് എഴുതി കൊടുക്കുകയാണെങ്കിൽ നല്ലത്. എന്തായാലും നമ്മൾ കൺക്ലൂഷൻ എഴുതുമ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഒന്ന് എഴുതി കൊടുക്കുക. ഹിയർ ഇൻകമിങ് ലൈറ്റ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് പാരാബോളിക് മിറർ ഈസ് കോൾഡ് ഈസ് റിഫ്ലക്റ്റഡ് ഹിയർ അല്ല ഹെൻസ്. അപ്പോൾ റിഫ്ലക്ഷൻ ലോ എഴുതി കൊടുക്കുക, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഇൻകമിങ് ലൈറ്റ് പാരലൽ ടു ദ ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് പാസ് ത്രൂ ദ ഫോക്കസ് എന്ന് എഴുതി കൊടുക്കുക. ഓൾസോ നമ്മൾ ലൈറ്റ് കമ്മിങ് ഫ്രം ദ ഫോക്കസ് ആണെങ്കിൽ, ഫോക്കസിൽ നിന്ന് ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഒരു ബീം ഓഫ് ലൈറ്റ് പാരലൽ ടു ആക്സിസ് ഓഫ് ദ പാരാ. സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് എഴുതി കൊടുക്കുക. പ്രൂഫ് ആയിന്നുണ്ട്. തന്നെ എലിപ്സിൻ്റെ കേസിലും ചെയ്യാം കേട്ടോ. എലിപ്സിൻ്റെ കേസിൽ ഇത് തന്നെയാണ്. ലാസ്റ്റ് ഈ റിഫ്ലക്ഷൻ ലോ പ്രകാരം ആ സ്റ്റേറ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് കൊടുത്താൽ മതി.